അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി എന്നെ അമ്മ മാറ്റിയതിനും അനുഗ്രഹിച്ചതിനും ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രിയ ഷാജി. ഞാൻ കണ്ണൂർ ജില്ലയിൽ കണിച്ചാർ എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഞാൻ 20/7/2025 ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കഠിനമായ വയറുവേദനയും നടുവേദനയും ഛർദിയും എല്ലാം ഉണ്ടായി. ഞാൻ 3 ദിവസം അമ്മയുടെ ഉടമ്പടി വസ്തുക്കൾ തേന് കട്ടൻ ചായയിൽ ഒഴിച്ചു കഴിച്ചു. അതിനുശേഷം ഉടമ്പടി തൈലം വയറ് തേച്ചു. 3 ദിവസം അങ്ങനെ തുടർന്ന് തന്നെ നിന്നു. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, ദൈവത്തിനൊന്നും അസാധ്യമല്ല, ഈശോയ്ക്ക് എല്ലാം സാധ്യമാണ്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് എൻ്റെ ഈശോ പറഞ്ഞിട്ടില്ലേ, അത് തന്നെ പറഞ്ഞു ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുകയും അമ്മയുടെ ഉടമ്പടി തൈലം അന്ന് രാത്രി കരഞ്ഞു വയറിൽ തേച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി കാശുരു അന്ന് വയറിൽ വെച്ചാണ് ഞാൻ കടന്നുറങ്ങിയത്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും എനിക്ക് ആഹാരം കഴിക്കുവാനും എൻ്റെ ലൂസ് മോഷനും വയറുവേദനയും എല്ലാം പൂർണ്ണമായി അമ്മ സൗഖ്യം നൽകിയതിനും അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ പറയുന്നു. രണ്ടാമത് കിട്ടിയ സൗഖ്യം എനിക്ക് 5 വർഷമായിട്ട് കഠിനമായ മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. ഞാൻ 3 വർഷം മെഡിസിൻ എടുത്തു. അതിനുശേഷം ഇഞ്ചക്ഷൻ അങ്ങനെയുള്ളതൊക്കെ എടുക്കേണ്ടി വന്നുകൊണ്ട് കംപ്ലീറ്റ് ഞാൻ മെഡിസിൻ ഉപേക്ഷിച്ചു. അതിനുശേഷം ഉടമ്പടി എടുത്തപ്പോഴത്തേനും ഉടമ്പടിയിൽ ആ നിയോഗം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തലവേദന വരുമ്പോഴെല്ലാം അമ്മയുടെ തൈലം തേച്ച് തോർത്ത് തലയിൽ കെട്ടി വെച്ചായിരുന്നു ഞാൻ എപ്പോഴും കടന്നുറങ്ങാറുള്ളത്. ഒരു ദിവസം കഴിഞ്ഞ ഒക്ടോബർ 22 കഠിന തലവേദന വന്നതിന് ശേഷം ഞാൻ ഇതുപോലെ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അമ്മയുടെ ഉടമ്പടി തൈലം തലയിൽ ചേച്ച് കടന്നുറങ്ങി. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു പ്രകാശമായ ഒരു ഗോളം വന്ന് എൻ്റെ തലയിൽ ഇങ്ങനെ വന്ന് പതിക്കുകയും ഞാൻ ഞെട്ടി എണീക്കുകയും ചെയ്തു. അന്ന് മുതൽ എനിക്ക് ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം കിട്ടിയതിനെ ഓർത്ത് ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എനിക്ക് ഈ ഒക്ടോബർ 1 കഠിനമായ ഭയങ്കര വയറുവേദനയും ഉണ്ടായിരുന്നു, ഭയങ്കര നടുവേദനയും ഉണ്ടായിരുന്നു. ഞാൻ ഈ 1 മാസത്തോളം ഞാൻ എനിക്ക് അമ്മയുടെ ഉടമ്പടി തൈലം അമ്മയുടെ ഉപ്പ് ഇതെല്ലാം തേച്ച് ഞാൻ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ഹോസ്പിറ്റലിൽ പോകണമെന്നോ ഒന്നും എനിക്ക് തോന്നിയില്ല. എന്തായാലും അമ്മയുടെ ഉടമ്പടിയിലാണ് ഞാൻ. അതാണ് എന്നെ കൂടുതൽ വിശ്വാസത്തിലോട്ട് മുമ്പോട്ട് കൊണ്ടുപോയത്. അമ്മയുടെ ഉടമ്പടിയിലാണ് ഞാൻ. എൻ്റെ അമ്മ അറിയാതെ എനിക്ക് എന്തു വന്നാലും അമ്മയെ മുറുകെ പിടിക്കുന്ന എനിക്ക് അമ്മ അത് സൗഖ്യമാക്കി തരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ മുമ്പോട്ട് ഉടമ്പടിയിൽ പോയത്. ആ വിശ്വാസമാണ് എന്നെ കൂടുതൽ അമ്മയിലോട്ട് ചേർക്കുവാനും അമ്മയുടെ വലിയ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ അങ്ങനെയുള്ളതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടവന്നു. അങ്ങനെ ഞാൻ 1 മാസത്തോളം അമ്മയുടെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും എല്ലാം തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഈ വേദന ഇതുമെല്ലാം തുടർന്ന് നിൽക്കുകയായിരുന്നു. ഞാൻ എപ്പോഴും ആരാധനയിൽ യൂട്യൂബിനകത്തും എല്ലാം ചാനലിലെല്ലാം ആരാധന കാണുമ്പോൾ വയറിൽ ഇങ്ങനെ കൈവച്ച് അച്ഛൻ പ്രാർത്ഥിക്കാനായിട്ട് ജോസഫ് അച്ഛൻ പറയും. അന്നേരം ഞാൻ എല്ലാ ഉദരസംബന്ധമായ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ പാപിയായ എനിക്കും എന്തെങ്കിലും രോഗമാണെങ്കിൽ പൂർണ്ണമായി എൻ്റെ ഈ അമ്മ സൗഖ്യം നൽകി അമ്മയുടെ അൾത്താരയിൽ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി എന്നെ മാറ്റണമേ മാതാവേ എന്ന് കരഞ്ഞ് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. 1 മാസം ഫുള്ള് ഞാൻ അമ്മയോട് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഞാൻ മുമ്പോട്ട് പോയതിന് ശേഷം അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ ഉടമ്പടി പൂർത്തിയായി, എനിക്ക് അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി പുതുക്കി സാക്ഷ്യം പറയണം. എൻ്റെ ഈ വയറുവേദനയും ഈ അസ്വസ്ഥതയും എന്താണെന്ന് എനിക്ക് അമ്മ ഒരടയാളം കാണിച്ചു തരണം. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് ആ റിപ്പോർട്ടുമായിട്ട് എനിക്ക് അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറയണം. അതിനെന്നെ അമ്മ അനുഗ്രഹിക്കണമേ, അതിനെന്നെ സഹായിക്കണമേ എന്ന് കരഞ്ഞ് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചിരുന്ന മുറിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന് ചുറ്റും അമ്മ ഒരു വെള്ളം അടയാളമായിട്ട് കാണിച്ചു തന്നു. അതിനുശേഷം അമ്മ പറഞ്ഞു, നീ ഹോസ്പിറ്റലിൽ പോയി റിപ്പോർട്ട് സ്കാൻ ചെയ്ത് നോക്ക്, എന്നിട്ട് എൻ്റെ അടുത്ത് വരാൻ എന്നോട് സംസാരിച്ചു. ഞാൻ പ്രാർത്ഥിച്ച തിരിയിൽ അമ്മേനെ പ്രത്യക്ഷപ്പെട്ട അടയാളമാണിത്. ഇതെൻ്റെ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ മുറിയിൽ അമ്മ എനിക്ക് തിരിയിൽ അടയാളം കാണിച്ചതാണ്. അതിനുശേഷം ഞാൻ ഡോക്ടറുടെ അടുത്ത് പോയി ഡോക്ടറോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, യൂട്രസിനോ കിഡ്നിക്കോ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, നമുക്കൊന്ന് അൾട്രാസോണിക് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഡോക്ടറെ ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഡോക്ടർ സ്കാനിങ്ങിന് എന്നെ വിധേയമാക്കി. ഞാൻ പേരാവൂർ ഹോസ്പിറ്റൽ, രശ്മി ഹോസ്പിറ്റൽ, ഡോക്ടർ അമറിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ പോയത്. അവിടെ ചെന്ന ശേഷം ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ സ്കാനിങ്ങിനാക്കി. 1 മാസവും 10 ദിവസത്തിന് ശേഷമാണ് ഞാൻ ഈ അസ്വസ്ഥത തുടങ്ങിയതിൽ രോഗത്തിന് ഈ ലക്ഷണങ്ങളെല്ലാം ഉണ്ടതിന് ശേഷം ഡോക്ടറെ അടുത്ത് പോയത്. ഡോക്ടർ ചെയ്തു, എന്നെ സ്കാനിങ് ചെയ്തു. സ്കാനിങ് റിപ്പോർട്ട് കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇയാളുടെ യൂട്രസിൽ ഒരു മുഴയും
പറയും കിഡ്നിയിൽ ഒരു സ്റ്റോണുമായിരുന്നു, പക്ഷേ ഇപ്പോൾ പൂർണ്ണമായി സൗഖ്യം നൽകിയിരിക്കുന്നു. ഒരു കുഴപ്പവുമില്ല, ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അവിടെ വെച്ച് തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ അമ്മയെ അനുഗ്രഹിച്ചതിന് ഒത്തിരി നന്ദിയെന്ന് ഡോക്ടറോടും അവിടെ എല്ലാവരോടും പറഞ്ഞ് ആ റിപ്പോർട്ടുമായിട്ട് ഞാനിവിടെ അമ്മയുടെ സന്നിധിയിൽ സാക്ഷ്യം പറയാൻ എന്നെ സാധിച്ചു. ഒരു പാപിയായ ആർക്കും എല്ലാവരും തള്ളിക്കളഞ്ഞ ഒരു പാപിയാണ് ഞാൻ. എല്ലാവരുടെയും കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ ഉപയോഗപ്പെടുത്തും. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും എല്ലാവരോടും ക്ഷമിക്കുവാനും അനേകരെ ആശ്വസിപ്പിക്കാനും ഒക്കെയാണ് എനിക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ സാധിച്ചത്. രോഗികളെ പോയി കാണുക, രോഗികളെ ആശ്വസിപ്പിക്കും. അവരുടെ തലയിലൊക്കെ കാലിൽ രോഗമുള്ള ഭാഗത്ത് ഉടമ്പടി വസ്തുക്കൾ തേച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ അവർക്ക് ഒരുപാട് പേർക്ക് രോഗസൗഖ്യം കിട്ടിയെന്ന് ഒരുപാട് പേര് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പത്രങ്ങൾ എല്ലാവരുടെ കയ്യിലും പള്ളികളിൽ പോകുമ്പം കുർബാന കഴിയുമ്പോൾ എല്ലാവർക്കും കൊടുക്കും. കൃപാസന അമ്മ അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ പ്രസിദ്ധീകരണത്തിൻ്റെ ഒരു പ്രേക്ഷിത സാക്ഷിയാക്കി നിങ്ങളെ മാറ്റട്ടെ. എൻ്റെ അനുഭവങ്ങൾ, എനിക്ക് അമ്മ നൽകിയ അനുഗ്രഹങ്ങൾ പറഞ്ഞാണ് ഞാൻ അവർക്ക് പത്രങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അവരും പറയും മാതാവ് അനുഗ്രഹിക്കട്ടെ എന്നെയെന്ന് അവർ തിരിച്ചു പറയും. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് പറയും. ഇവിടുത്തെ ഉടമ്പടി ആരാധന എല്ലാ 10ഓളം പേർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ യൂട്യൂബിൽ ഇട്ട് കൊടുക്കും. അവരെല്ലാവരും ആ ആരാധനയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒരു ദിവസം താമസിച്ചിട്ട് കൊടുത്താൽ ചോദിക്കും, ചേച്ചി പ്രാർത്ഥന എന്നെ ഇടാത്തെ? ഞങ്ങൾക്ക് ചേച്ചിയുടെ പ്രാർത്ഥന ഇട്ട് തരുന്നതിലൂടെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. വലിയൊരു കൃപയുണ്ട് ചേച്ചിക്ക്, ഒരുപാട് ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്, അമ്മയുടെ വലിയ സാന്നിധ്യമുണ്ട്. അത് ശരിക്കും എൻ്റെ ഭവനത്തിലും എൻ്റെ രോഗത്തിലൂടെ എല്ലാം അനുഭവിച്ച് അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ വലിയൊരു സാക്ഷിയാക്കി എന്നെ മാറ്റി അമ്മയെ അനുഗ്രഹിച്ചതിനും ഈ നടയിൽ ഒരു യോഗ്യതയില്ലാതെ എന്നെ നിർത്താൻ എൻ്റെ അമ്മ എന്നെ ഇത്രയും സ്നേഹിച്ചതിനും കരുതിയതിനും ഓർത്ത് 1000 നന്ദി എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, പരിശുദ്ധ അമ്മേ കൃപാസന അമ്മേ നന്ദി. 2 സാമുവേൽ 22:7 കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു, എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. പ്രിയ ഷാജി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ വിവിധ രോഗക്ലേശങ്ങൾക്ക് പരിശുദ്ധമ്മയുടെ സവിശേഷമായ സംരക്ഷണവും സഹായവും ഈശോയിൽ നിന്ന് എങ്ങനെ നേടി എന്നതിനെക്കുറിച്ചാണ് സാക്ഷ്യപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ദൈവികമായ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് ഉടമ്പടി ആരാധനയിലും ഡെയിലി ബ്രെഡിലും അച്ഛൻ നമ്മളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛൻ എപ്പോഴും പറയും, ഡോക്യുമെൻറ്റ്സ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, നിങ്ങൾ രോഗമുള്ളിടത്ത് കരം വെച്ച് പ്രാർത്ഥിക്കുക, നിങ്ങൾ ഉപ്പ് വിതറിക്കൊണ്ട് പ്രാർത്ഥിക്കുക. ഓരോന്നും അച്ഛൻ പറയുമ്പോൾ അതിന് ദൈവികമായൊരു ശക്തി അതിലൂടെ പ്രവഹിക്കുന്നുണ്ട്. അനുസരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുമെന്ന്, അനുതപിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുമെന്ന് വചനത്തിൽ നമ്മളിപ്പോഴും കാണുന്ന 2 പരാമർശങ്ങളാണ്. അനുസരിക്കുന്നത് അനുഗ്രഹിക്കപ്പെടും, അനുതപിക്കുന്നത് അനുഗ്രഹിക്കപ്പെടുമെന്ന. നാമാൻ എന്ന കുഷ്ഠരോഗിയെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട് പഴയ നിയമത്തിൽ. അവനോട് പ്രവാചകൻ പറയുന്നുണ്ട്, നീ പോയി ആ സിലോഹ കുളത്തിൽ 7 തവണ മുങ്ങി വരിക. ഏറ്റവും നിസ്സാരമായൊരു പ്രവൃത്തിയാണ് കുഷ്ഠം ബാധിച്ച അവനോട് പ്രവാചകൻ പറയുന്നത്. ഉടനെ ആദ്യം തന്നെ നാമാൻ അതിനോട് എതിർക്കുന്നുണ്ട്. ശക്തമായ ഭാഷയിൽ ദേഷ്യത്തോടെയാണ് എതിർക്കുന്നത്. എൻ്റെ നാട്ടിൽ സിറിയയിൽ അവിടെ കുളങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടാണോ ഇത്ര ദൂരം സഞ്ചരിച്ച് നിന്നെ കാണാൻ വന്നപ്പോൾ നീ എന്നെ കളിയാക്കുന്നത് പോലെ പറയുന്നത്? അത് പ്രവാചകൻ്റെ സ്വരത്തോടുള്ള മനുഷ്യൻ്റെ മറുതലിക്കലാണത്. ദൈവസ്വരത്തോട് എന്നും മനുഷ്യനിങ്ങനെ മറുതലിച്ച് നിൽക്കും. നമ്മൾ നമ്മുടെ യുക്തി കൊണ്ട് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ദൈവികമായ പ്രവർത്തനത്തെയും ശക്തിയെയും അതിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാൻ നമ്മൾ പലപ്പോഴും വിമുഖത ഉള്ളവരായിരിക്കും. നമ്മൾ അവിടെ തന്നെ തുടർന്ന് വായിക്കുന്നുണ്ട്, നാമാനത് മുങ്ങി നിവരുന്നു, ഒരു കുഞ്ഞിൻ്റെ ചർമ്മം പോലെ ആ ചർമ്മം അത്ര മൃദുവായി തീർന്നുവെന്ന്. ഇത്രയുള്ളൂ. ദൈവശക്തി പ്രവഹിച്ചാൽ നിമിഷ നേരം കൊണ്ട് ജീവിത വിഷയങ്ങൾക്ക് മാറ്റമുണ്ടാവും, സൗഖ്യമുണ്ടാവും, തുറവിയുണ്ടാവും, അനുഗ്രഹമുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ലഭിക്കുന്ന സന്ദേശങ്ങളോട് അത് സ്വീകരിക്കുവാനുള്ള തുറവി നമ്മുടെ ജീവിതങ്ങൾക്കുണ്ടോ? അത് എപ്പോഴും ഉടമ്പടിയിലാണെങ്കിൽ കൂടിയും ദൈവത്തോട് മല്ലിടുന്ന സ്വഭാവമാണോ നമുക്കുള്ളത്?
ദൈവസ്വരത്തോട് മറുതലിക്കുന്ന സ്വഭാവമാണോ നമുക്കുള്ളത്? അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് പിന്മാറുവാനും ദൈവസ്വരത്തോട് ജീവിതത്തെ ചേർത്ത് വയ്ക്കുവാനും നമുക്ക് ഈ സാക്ഷ്യം നമ്മളോട് പറയുകയാണ്. എനിക്ക് ഉദരത്തിന് വേദനയുണ്ട്, എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് എൻ്റെ ശാരീരികമായ അസ്വസ്ഥതകൾ കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അച്ഛൻ പറയുന്നത് പോലെ എൻ്റെ ഉദരത്തിൽ ഞാൻ കരംവെച്ച് പ്രാർത്ഥിക്കുകയാണ്. അതെനിക്ക് അനുഗ്രഹത്തിന് കാരണമായെന്ന് മാസങ്ങൾക്കിപ്പുറം വൈദ്യ പരിശോധനയിലൂടെ എനിക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു. വലിയ ദൈവശക്തി ഉടമ്പടി ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടി എന്നും ലഭിക്കാറുണ്ട്. നമ്മൾ അതിനോട് തുറവിയുള്ളവരാണെങ്കിൽ നമുക്കത് അനുഗ്രഹമാവും. നാം ദൈവസ്വരത്തോടും ദൈവിക നിർദ്ദേശങ്ങളോടും നാം അടവുള്ളവരാണെങ്കിൽ, മറുതലിക്കുന്നവരാണെങ്കിൽ ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾക്ക് കാലതാമസമുണ്ടാവും. ഈ മകൾക്ക് ലഭിച്ച ഈ രോഗസൗഖ്യങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനായി മകൾക്ക് ലഭിച്ച പ്രേരണകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.